പരമ്പരാഗത വ്യവസായങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഗവൺമെന്റ് വീഴ്ച വരുത്തുന്നുവെന്ന് കെ.പി. രാജേന്ദ്രൻ. ജനുവരി 17 മാർച്ചിന്റെ പ്രചരണാർത്ഥം കെ.പി. രാജേന്ദ്രൻ ക്യാപ്റ്റനായുള്ള AITUC സംസ്ഥാന ജാഥയ്ക്ക് പാലായിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ പരമ്പരാഗത കള്ള്, ചെത്ത് വ്യവസായം, കയർ വ്യവസായവും തുടങ്ങിയ വ്യവസായങ്ങൾ ഇന്ന് വലിയ പ്രതിസന്ധികളെയാണ് നേരിടുന്നത്. ഈ മേഖലയിലെ പരമ്പരാഗതമായി തൊഴിൽ ചെയ്തു വരുന്ന തൊഴിലാളികൾക്ക് തൊഴിൽ സംരക്ഷണം ഉറപ്പാക്കുന്ന കാര്യത്തിൽ ഇടതുപക്ഷ സർക്കാർ വേണ്ടത്ര ജാഗ്രത കാണിക്കുന്നില്ലെന്ന് AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ.പി. രാജേന്ദ്രൻ കുറ്റപ്പെടുത്തി. പെൻഷൻ, മെറ്റർനിറ്റി ബെനിഫിറ്റ് തുടങ്ങിയ ഇതെല്ലാം തൊഴിലാളികളുടെ അവകാശമാണ്. ലോകം അംഗീകരിച്ചിട്ടുള്ള അവകാശങ്ങളാണിതല്ല. 8 മണിക്കൂർ ജോലി ലോകത്ത് മുഴുവൻ നടപ്പാക്കിയതാണ്. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഇന്നും കരുത്ത് പകർന്നിട്ടുള്ള ഈ മേഖലയിലെ തൊഴിലാളികളെ സംരക്ഷിക്കേണ്ടത് ഇടതുപക്ഷത്തിന്റെ കടമയാണെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. സംസ്ഥാന സർക്കാർ തൊഴിലാളികളുടെ കൂലിയും തൊഴിലും സാമൂഹ്യ സുരക്ഷയും ഉറപ്പുവരുത്തണമെന്നും കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇത്തരം വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് AITUCയുടെ നേതൃത്വത്തിൽ 2025 ജനുവരി 17 1 ലക്ഷം തൊഴിലാളികളെ പങ്കെടുപ്പിച്ച് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുമെന്നും രാജേന്ദ്രൻ പറഞ്ഞു. ജനുവരി 17 മാർച്ചിന്റെ പ്രചരണാർത്ഥം കെ.പി. രാജേന്ദ്രൻ ക്യാപ്റ്റനായുള്ള AITUC സംസ്ഥാന ജാഥയ്ക്ക് പാലായിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഘാടക സമിതി ചെയർമാൻ ബാബു കെ ജോർജ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അഡ്വക്കേറ്റ് PR തങ്കച്ചൻ സ്വാഗതം ആശംസിച്ചു. വൈസ് ക്യാപ്റ്റൻ CP മുരളി, ജാഥ ഡയറക്ടർ സജിലാൽ, അഡ്വക്കേറ്റ് VB ബിനു, PV സത്യനേശൻ, അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, അഡ്വക്കേറ്റ് G ലാലു, A ശോഭ, OPA സലാം തുടങ്ങിയവർ പ്രസംഗിച്ചു. i4U ന്യൂസ്, പാലാ.